ആലപ്പുഴയിൽ മുഖംമൂടി ആക്രമണത്തിനിരയായ വീട്ടമ്മ ജീവനൊടുക്കി. കാട്ടൂർ പുത്തൻപുരയ്ക്കൽ വീട്ടിൽ തങ്കമ്മയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2-ാം തീയതി പകൽ വീട്ടിൽ കയറിയ അജ്ഞാതൻ വീട്ടമ്മയെ അടിച്ച് ബോധം കെടുത്തി കെട്ടിയിട്ട് എന്നായിരുന്നു പരാതി. ഈ സമയം തങ്കമ്മ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അക്രമിയെ ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുമില്ല. മണ്ണഞ്ചേരി പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് വീട്ടമ്മ ജീവനൊടുക്കിയത്. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, അവിശ്വസനീയമായൊരു കഥയായിരുന്നു ഇത്തരം ഒരു സംഭവം. ഒരു വീട്ടിൽ അജ്ഞാതം കയറി അവരെ കെട്ടിയിട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെ ആ പരാതിക്കാരിയായ വീട്ടമ്മ ജീവനെടുക്കുന്നു. എന്താണ് ഈ സംഭവത്തിൻ്റെ ഒരു നിജസ്ഥിതി? എന്താ ഈ വീട്ടമ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ആത്മഹത്യക്കുറിപ്പോ മറ്റോടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അത്തരത്തിലൊന്നും കണ്ടെത്തിയിട്ടില്ല ടോം. ഇത് കഴിഞ്ഞ 2-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ 2-ാം തീയതി കാട്ടൂർ സ്വദേശിയായ തങ്കമ്മ എന്ന വീട്ടമ്മ, അവർക്ക് 55 വയസ്സാണ്. ഇവരുടെ ഒരു പരാതിയാണ് മണ്ണഞ്ചേരി പോലീസിന് ലഭിക്കുന്നത്. അതായത് മകനാണ് പരാതി നൽകുന്നത്. താൻ വീട്ടിലെത്തിയപ്പോൾ അമ്മയെ കൈയും കാലും കെട്ടിയിട്ട നിലയിൽ ബോധരഹിതയായി കണ്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ കേസിൽ ആദ്യഘട്ടം മുതൽ തന്നെ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് മണ്ണഞ്ചേരി പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഈ കൈകാലുകൾ കെട്ടിയ നിലയിലാണ് തങ്കമ്മ ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഈ പ്രതിയെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് മുഖംമൂടി ധരിച്ച ഒരാൾ എന്നതിനപ്പുറത്തേക്ക് മറ്റ് വിശദാംശങ്ങളൊന്നും ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾ നൽകാൻ തയ്യാറായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ഇവരുടെ ശരീരത്തിൽ 2 ഒരഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നു. ഒരസിയ 2 പാടുകൾ നെറ്റിയിലും ശരീരത്തിലുമായി ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നു. പക്ഷേ മറ്റ് മോഷണ ശ്രമവും അങ്ങനെ ഒന്നും ആ വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത മുറിയിൽ 4000 രൂപയും ഒപ്പം തന്നെ വിലപിടിപ്പുള്ള വാച്ചും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം സാധനങ്ങൾ ഒന്നും തന്നെ മോഷണം പോയിട്ടില്ല എന്നുള്ളതാണ്. ലൈംഗിക അതിക്രമം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉള്ള പരിശോധനയ്ക്ക് അത്തരം കാര്യങ്ങളുടെ പരിശോധനയ്ക്കും വിധേയമാകാനായി തയ്യാറായിരുന്നു. പക്ഷെ സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കമുള്ള വകുപ്പ് ചൂണ്ടിക്കാട്ടിയാണ് വീട് കയറി ആക്രമണം തുടങ്ങിയ വകുപ്പുകൾ വെച്ചാണ് പോലീസ് കേസെടുത്തത്. മഫ്ലർ ധരിച്ച ഒരാളാണ് വീട്ടിലെത്തിയത് എന്നുള്ളതാണ് ഈ വീട്ടമ്മ വിവരം നൽകിയത്. മറ്റൊന്നും ഓർമ്മയില്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറയുകയും ചെയ്തിട്ടുള്ളത്. പോലീസ് പറയുന്നത് കൈ മുന്നിലേക്ക് വെച്ച് കൈ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈ കാലിൽ തോർത്ത് ചുറ്റിയ നിലയിലായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ മുന്നിൽ നിന്ന് ഒരാൾ ആക്രമിച്ചിട്ടും ആ ഒരു രീതിയിൽ ആളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അയാളുടെ ശരീരഘടനയെ സംബന്ധിച്ചൊന്നും ഒരു വിശദാംശങ്ങളും പോലീസിന് ചോദ്യം ചെയ്യലിൽ ലഭ്യമായിരുന്നില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നത്. പിന്നീട് ഈ കേസിനകത്ത് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ കാട്ടൂരിലെ വീടിന്റെ ചായ്പിൽ രാവിലെ ഇവരെ മരിച്ച നിലയിൽ കണ്ടത്. മകൻ ജോലിക്ക് പോയിരുന്നു, ഭർത്താവ് വീടിനകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരു ദുരൂഹത നിറഞ്ഞ കേസാണ്. എന്താണ് സംഭവിച്ചത്, ഈ മുഖംമൂടി ആക്രമണത്തിന് പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നതിനിടയിലാണ് തീർച്ചയായും പോലീസ് ഈ പരാതിക്ക് പിന്നാലെ ഈ വീട്ടമ്മയുടെ മൊഴി എടുത്തിരുന്നോ? ഈ രീതിയിൽ കെട്ടിയിട്ട് ആക്രമിക്കുകയായിരുന്നോ, അതല്ലെങ്കിൽ ഒരു കവർച്ചാ ശ്രമമായിരുന്നോ ലക്ഷ്യം? ഈ പ്രതിയെക്കുറിച്ചുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ ശരണ്യ? ടോമെ, അത്തരത്തിൽ ഒരു സൂചനയിൽ ലഭ്യമാകുന്ന രീതിയിൽ ഉള്ള വിവരങ്ങൾ പോലീസിന് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം പല ചോദ്യങ്ങളിലും പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ കൈ മുൻവശത്തേക്ക് ചേർത്താണ് കെട്ടിയിരുന്നത്, ശരീരത്തിന്റെ മുൻഭാഗത്തേക്ക് ചേർത്താണ് കെട്ടിയിരുന്നത്. അപ്പോൾ ഈ കൈ അഴിക്കാവുന്ന രീതിയിലുള്ള ആയിരുന്നു ആ കെട്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അപ്പൊ കാല് കെട്ടിയിരുന്നില്ല, കാല് തുണി വെച്ച് ചുറ്റിയിരിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. വായിൽ തുണി തിരുകിയിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ എടുത്ത് കളയാവുന്ന രീതിയിൽ കൈ ലൂസായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു വഴിതിരിച്ചു വിടാനുള്ള ശ്രമം ഉണ്ടോ എന്നൊക്കെ ഉള്ള സംശയം അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് മാത്രമല്ല, ഈ ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ മഫ്ലർ ധരിച്ച ഒരാൾ എന്നതിനപ്പുറത്തേക്ക് ഉയരമുള്ള ആളാണോ അല്ലെങ്കിൽ ശരീരഘടന അത്തരത്തിൽ ആക്രമിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്തായാലും ഒരാളുടെ കൈ കെട്ടണം, കാല് കെട്ടണമെങ്കിൽ കാല് അത്രയും ഒരു സമയം ഒരാൾ മുന്നിൽ നിൽക്കുമല്ലോ. അത്തരത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരാളെ കാണുന്ന രീതിയിൽ പങ്കുവെക്കപ്പെടുന്ന വിവരങ്ങൾ പോലും പങ്കുവച്ചിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക്
അവർ ഈ കേസിൽ ഇങ്ങനെ ഇത്തരത്തിലൊരു മുഖംമൊഴി സംബന്ധിച്ച് അന്വേഷണം നടത്തിയെങ്കിലും പോലീസിന് വലുതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല പല സമയങ്ങളിൽ നിസ്സഹകരണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു മരണത്തിലേക്ക് കൂടി എത്തിയതോടുകൂടി കൂടുതൽ ദുരൂഹത ഈ കേസിനകത്ത് വരുവാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം അത്തരത്തിൽ ആ ദുരൂഹതകൾ നീക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ തീർച്ചയായും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. വീട്ടമ്മ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ പല ദുരൂഹതകളുമുണ്ട്. അവരെ കെട്ടിയിട്ടു, അത് അജ്ഞാതൻ വീട്ടിൽ കെട്ടിയിട്ടു എന്നൊരു പരാതിക്ക് പിന്നാലെയായിരുന്നു വീട്ടമ്മ ജീവനൊടുക്കിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്.